ഹലോ ഗൈസ്, നമ്മുടെ വീടിൻ്റെ അടുത്ത് പറമ്പിൽ ഒരു കുളം കുത്താൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ടാട്ടോ ഹിറ്റാച്ചി വന്നേക്കുന്നത്. അപ്പോൾ കുളം കുത്താനുള്ളിടത്തേക്ക് ഇപ്പോൾ ഹിറ്റാച്ചി പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ഇച്ചിരി വലിയൊരു കുളമാണ് കേട്ടോ. അതായത് ഇവിടെ വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ തോട്ടത്തിൽ അടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ അകത്തോട്ട് മോട്ടർ വെച്ചിട്ട് നമ്മുടെ തോട്ടത്തിലോട്ട് വെള്ളം അടിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് സ്റ്റോർ ചെയ്തിട്ട്. ഇപ്പോൾ ഇത് അവിടെ ഒരു പ്ലാവ് നിൽപ്പുണ്ടായിരുന്നേ, അത് മറിച്ച് കളയാനായിട്ട് ഇപ്പോൾ നോക്കുന്നേ. കുറേ പണിതേ പിന്നെയാണ് അത് ബോർവെല്ലിൽ നിന്നായിട്ട് ഇത്ര നാളും തോട്ടമൊക്കെ നനച്ചുകൊണ്ടിരുന്നത്. അത് 3 ഫേസ് മോട്ടറാണ്. അപ്പോൾ 3 ഫേസ് ഉള്ളപ്പോൾ മാത്രമേ നമുക്കത് മോട്ടർ ഓണാക്കാൻ പറ്റുള്ളൂ. 3 ഫേസ് ഇവിടെ തീരെ കുറവാണ് കേട്ടോ. വല്ലപ്പോഴും ഒക്കെ 3 ഫേസ് കറണ്ട് വിടത്തുള്ളൂ. സിംഗിൾ ഫേസ് ആണെങ്കിൽ പകലും രാത്രി എല്ലാം കാണും. 3 ഫേസ് ആണെങ്കിൽ രാത്രി മാത്രമേ കാണത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തോട്ട് കറണ്ട് ഉള്ളപ്പോൾ ഇതിനകത്ത് വെള്ളം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇതിനകത്ത് സിംഗിൾ ഫേസ് മോട്ടർ ഇട്ടിട്ട് ഇതിനകത്ത് നിന്ന് നമുക്ക് വെള്ളം അടിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ കുറച്ച് സ്ഥലം അധികം ഉള്ളതുകൊണ്ട് തന്നെ എല്ലായിടത്തും നനയെ എത്തുന്നില്ല. അതുകൊണ്ട് വേറൊരു മോട്ടറും കൂടെ വെച്ച് ഇതുപോലെ വെള്ളം പിടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും അടിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ കുളം നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ കുളത്തിൻ്റെ പണി ഒരു 1/4 ഭാഗമായിട്ടുണ്ട്. ഇനിയുണ്ട് കേട്ടോ കുറേ കുത്താനായിട്ട്. 14 അടി താഴ്ചയാണ് കേട്ടോ ഈ കുളത്തിന് വരുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വെള്ളം നമുക്ക് ഇതിനകത്ത് പിടിച്ച് വെക്കാനായിട്ട് പറ്റും. കുറേ വെള്ളം കൊള്ളുന്ന ഒരു കുളമാണ് കേട്ടോ. കണ്ടോ, അപ്പോൾ കുളത്തിൻ്റെ പണി ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കുളം. അപ്പോൾ കുളം കുത്തിയിട്ടേ ഉള്ളൂ. ഇനി ഇതിന് കുറേ പണി ടാർപോളൊക്കെ ഇടാൻ കിടക്കുവാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഇനി അടുത്ത വീഡിയോകളിലായിട്ട് കാണിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.